ഹലോ ഗൈസ്, വെൽക്കം ബാക്ക്. ഇന്ന് നമ്മൾ അടിപൊളി ഒരു സ്ട്രോബെറി വെച്ചിട്ട് നല്ല പുഡിംഗ് എന്ന് പറയാം. പുഡിംഗ് ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. വളരെ സിമ്പിൾ റെസിപ്പി. മൂന്നോ നാലോ ഇൻഗ്രീഡിയൻസ് മാത്രം മതി ഇതുപോലൊരു അടിപൊളി പുഡിംഗ്. നല്ല ടേസ്റ്റിയാണ്. അതിന് വേണ്ടിയിട്ട് ആദ്യം തന്നെ ഞാൻ കുറച്ച് സ്ട്രോബെറി എടുക്കുകയാണ്. ഇവിടെ ഇപ്പോൾ സ്ട്രോബെറിയുടെ സീസണാണ്. അപ്പോൾ സ്ട്രോബെറിയുടെ കുറേ വിഭവങ്ങളായിരിക്കും ഇനി കാണാൻ പോകുന്നത്. അപ്പോൾ സ്ട്രോബെറിയുടെ കുറച്ച് സ്ട്രോബെറി ഞാൻ എടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇലയുള്ള ഭാഗം ഒന്ന് കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തെടുക്കുകയാണ്. നമുക്ക് ആവശ്യമുണ്ട്. അതിന് വേണ്ടിയിട്ട് ഞാൻ റൗണ്ടായിട്ട് കട്ട് ചെയ്തെടുക്കുകയാണ്. ശരിക്കും നല്ല റെസിപ്പിയാണ്. ഇതുപോലെ ഞാൻ സ്ട്രോബെറി ഫ്രൂട്ടിനോ പകരം നിങ്ങൾക്ക് മാംഗോയോ ആപ്പിളോ എന്ത് വേണമെങ്കിലും യൂസ് ചെയ്തിട്ട് ഇത് ഉണ്ടാക്കാം. ഇത് നമ്മൾ സ്ട്രോബെറി എടുക്കുകയാണെങ്കിൽ നമ്മളിത് ഡെക്കറേറ്റ് ചെയ്ത് വരുമ്പോഴത്തേക്കും കാണാൻ നല്ല ഭംഗിയാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറി തന്നെ ചൂസ് ചെയ്ത്, നിങ്ങൾക്ക് നിങ്ങളുടെ കയ്യിൽ ഇഷ്ടമുള്ള ഏത് ഫ്രൂട്ടാണോ ആ ഫ്രൂട്ട് യൂസ് ചെയ്ത് നിങ്ങൾക്ക് ചെയ്യാവുന്നതാണ്. എന്നിട്ട് ഞാൻ അത് റൗണ്ട് ഷേപ്പിലൊന്ന് കട്ട് ചെയ്തിട്ട് ഒരു പ്ലേറ്റിലോട്ട് മാറ്റിയിടുകയാണ്. അങ്ങനെ ഞാൻ 2-3 സ്ട്രോബെറി അതുപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ശരിക്കും സിമ്പിൾ റെസിപ്പിയാണ്. കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും ശരിക്കും. അപ്പോൾ ഇത് വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസും മതി. പെട്ടെന്ന് ഒരു പുഡിങ് ഉണ്ടാക്കാനോ പുഡിങ് കഴിക്കാനൊക്കെ ആഗ്രഹം തോന്നുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കി നോക്കാം. അധികം ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പിയും കൂടെയാണ്. ഇതുവരെ ഇത് ആരും ചെയ്തിട്ടില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം എല്ലാവരും ഈ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. അങ്ങനെ ഞാൻ റൗണ്ട് ഷേപ്പിൽ സ്ട്രോബെറി ഒന്ന് കട്ട് ചെയ്തെടുത്ത് മാറ്റി വെക്കുന്നുണ്ട്. പിന്നെ ഞാൻ കട്ട് ചെയ്യുന്നത് ഈ സ്ട്രോബെറി ഞാൻ ചെറിയ പീസസ് ആയിട്ടൊന്ന് കട്ട് ചെയ്യുകയാണ്. അതായത് നമ്മൾ പുഡിങ്ങിനുള്ളിൽ ആഡ് ചെയ്ത് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കുന്നത്. ശരിക്കും നമ്മളിതിൽ ജെലാറ്റിനൊന്നും യൂസ് ചെയ്യുന്നില്ല. ശരിക്കും നോർമലി തന്നെയാണ് ജെല്ലി പോലത്തെ പുഡിങ്ങാണിത്. പക്ഷേ ഞാൻ ജെലാറ്റിനൊന്നും യൂസ് ചെയ്യുന്നില്ല. ഇതിന് സ്ട്രോബെറി ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഭയങ്കരമായിട്ട് ആരും ഇതുവരെ ചെയ്തിട്ടില്ലാത്ത നല്ല വെറൈറ്റി റെസിപ്പീസായിട്ടാണ് ഞാൻ വരുന്നത്. അപ്പം എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. ശരിക്കും നല്ലൊരു ടേസ്റ്റാണ്. ഇത് നമ്മൾ ആരും അങ്ങനെ ട്രൈ ചെയ്തിട്ടില്ലാത്തൊരു റെസിപ്പിയാണ്. ശരിക്കും മധുരവും പുളിപ്പും എല്ലാം കൂടെ വരുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്, വെറൈറ്റി ടേസ്റ്റാണ്. അപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കാം. നിങ്ങൾക്ക് വേറെ ഫ്രൂട്ട്സ് ഏത് വേണമെങ്കിലും മിക്സ് ആയിട്ടാണെങ്കിലും എടുത്തിട്ട് ആഡ് ചെയ്യാം. ഇതിപ്പോൾ ഞാൻ സ്ട്രോബെറി മാത്രമേ എടുക്കുന്നുള്ളൂ. എന്നിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചതൊന്ന് മാറ്റി വെക്കുകയാണ്. ഇനി നമുക്ക് പുഡിങ്ങിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ എടുക്കാം. ഞാനൊരു പാത്രത്തിലേക്ക് 250 ml അതിൻ്റെ 1.5 കപ്പോളം 1 കപ്പും പിന്നെ 1/2 കപ്പും കൂടെ പാലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. പിന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നത് മധുരത്തിന് വേണ്ടിയിട്ട് ഒരു 4 ടേബിൾ സ്പൂൺ പഞ്ചസാരയാണ് ആഡ് ചെയ്യുന്നത്. മധുരം എത്രത്തോളം വേണോ അതിനനുസരിച്ച് നിങ്ങൾ മധുരം കൂട്ടിയെടുക്കുക. പിന്നെ നമ്മൾ കോൺഫ്ലോറാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഒരു 3 ടേബിൾ സ്പൂൺ കോൺഫ്ലോറാണ് ആഡ് ചെയ്യുന്നത്. എന്നിട്ട് നമ്മളിത് അടുപ്പത്ത് വെക്കുന്നതിന് മുൻപ് തന്നെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അല്ലെങ്കിൽ കട്ട പിടിച്ചിരിക്കും. നന്നായിട്ട് ഇളക്കിയതിന് ശേഷം മാത്രം തീ നമ്മൾ അടുപ്പിലോട്ട് വെച്ചാൽ മതിയാകും. അല്ലെങ്കിൽ നന്നായിട്ട് അത് കട്ട പിടിച്ച് കിടക്കും. ഇതിപ്പോൾ നന്നായിട്ട് ഇളക്കി ഒന്ന് കൊടുത്തതിന് ശേഷം വെക്കുക. ശരിക്കും ഇത്രയേ ഉള്ളൂ. വളരെ സിമ്പിൾ റെസിപ്പിയാണ്. ഇത് കഴിഞ്ഞാൽ നമ്മൾ വേറൊരു ഇൻഗ്രീഡിയൻസ് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. അതാണ് മെയിൻ ഇൻഗ്രീഡിയൻസ്. അതാണ് പുഡിങ്ങിന് ടേസ്റ്റ് കൊടുക്കുന്നത്. സോ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് കുറുക്കിയെടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ ഒരുപാടങ്ങ് കുറുകി പോവാതെ ജസ്റ്റ് കുറച്ചൊന്ന് കുറുകി വരുമ്പോഴത്തേക്കും നമ്മളൊന്ന് നിർത്തണം. അതിന് വേണ്ടിയിട്ട് നമ്മൾ അടി പിടിക്കാതെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കും. അടി പിടിക്കാതെ നോക്കുക. നന്നായിട്ട് ഇളക്കി കൊടുത്തുകൊണ്ടേയിരിക്കുക. ഞാനൊരു സ്ട്രോബെറി എസൻസ് ആഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഞാൻ വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയി. അത് വീഡിയോ എടുത്തിട്ടില്ല. നമ്മൾ ഏതെങ്കിലും ഒരു എസൻസോ അല്ലെങ്കിൽ വാനില എസൻസോ എന്തെങ്കിലും കൂടി ഒരു എസൻസ് ആഡ് ചെയ്യുകയാണെങ്കിൽ നല്ലൊരു ഫ്ലേവർ കിട്ടും. അപ്പം നമുക്ക് നോർമലി പുഡിങ് കഴിക്കുന്നതിലും ആ ഫ്ലേവറൂടെ കിട്ടുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. അപ്പോൾ ഈ ഒരു പരുവമാകുമ്പോഴത്തേക്ക് നമുക്ക് നിർത്തുക. ഇച്ചിരി വെള്ളം പോലെ ഇരിക്കണം, എന്നാൽ ഒരു ചെറിയ കുറുകലും വേണം. എത്രയാണ് എൻ്റെ പരുവം. അതിനുശേഷം ഞാനൊരു
ബൗൾ എടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഓയിലൊന്ന് ഒഴിച്ചിട്ട് നന്നായിട്ട് സൈഡെല്ലാം ഒന്ന് തേച്ച് കൊടുക്കുകയാണ്. നന്നായിട്ട് ആ ബൗളിൻ്റെ എല്ലാ സ്ഥലത്തും നന്നായിട്ടൊന്ന് തേച്ച് പിടിപ്പിക്കുക. അപ്പം നമുക്ക് ഈ പുഡിങ് പെട്ടെന്ന് ഇളകി വരാനായിട്ട് എളുപ്പമാണ്. അതിനുശേഷം നമ്മൾ ബാക്കി ഡെക്കറേഷൻസ് ചെയ്യുകയാണ്. ആ ബൗളെടുത്തിട്ട് നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള സ്ട്രോബെറീസ് ഉണ്ടല്ലോ, അതിൻ്റെ ഓരോ പീസസായിട്ട് നമ്മൾ സൈഡിൽ ഡെക്കറേറ്റ് ചെയ്ത് വെക്കുകയാണ്. അപ്പം നമുക്ക് പുഡിങ് ഇങ്ങനെ നമ്മൾ പ്ലേറ്റിലോട്ട് ഇടുമ്പോഴത്തേക്കും നല്ലൊരു ഡിസൈനാണ് കിട്ടുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാൻ എന്താ ഓരോ സ്ട്രോബെറിയുടെ പീസസും നല്ല ഡിസൈൻ പോലെ എണ്ണയുള്ളതുകൊണ്ട് നമ്മളിങ്ങനെ വെക്കുമ്പോൾ തന്നെ അതിൽ തന്നെ ഒട്ടിപ്പിടിച്ചിരിക്കും. വലിയ കുഴപ്പമില്ല, തെന്നി താഴോട്ട് പോവില്ല. നന്നായിട്ട് തന്നെ അവിടെ പ്രസ് ചെയ്ത് ഓരോരോ പീസസായിട്ട് പാത്രത്തിൻ്റെ മുകളിൽ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇത്രയേ ഉള്ളൂ. നല്ലൊരു ഡിസൈൻ, ഇങ്ങനൊരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഞാൻ ആ സ്ട്രോബെറി തന്നെ എടുത്തത്, വേറെ ഫ്രൂട്ടൊന്നും യൂസ് ചെയ്യാതെ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സ് യൂസ് ചെയ്ത് ഇങ്ങനെ ഡെക്കറേറ്റ് ചെയ്തൊക്കെ വെക്കുമ്പോൾ പുഡിങ് എടുക്കുമ്പോൾ കാണാൻ നല്ല രസമാണ്, കഴിക്കാനും നല്ല ടേസ്റ്റിയാണ്. ഇതാ നമ്മൾ അങ്ങനെ ഓരോന്നോരോന്നായിട്ട് പീസ് വെച്ചിട്ടുണ്ട്. അതൊരെണ്ണം വെച്ചപ്പോൾ താഴോട്ട് പോയി. ഇപ്പം നമ്മളൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കുക, അത്രയേ ഉള്ളൂ. സിമ്പിളാണ്. എന്നിട്ട് എന്താ ഓരോന്നായിട്ട് ഞാൻ സ്ട്രോബെറിയുടെ പീസസ് വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. നമ്മളങ്ങനെ ഡെക്കറേഷൻ കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പോൾ കാണാൻ തന്നെ നല്ല ഭംഗിയില്ലേ. അപ്പം എന്താ ഇതിലേക്ക് നമ്മൾ നേരത്തെ നമ്മൾ പാല് കുറുക്കി വെച്ചിട്ടുണ്ടല്ലോ, അതിലേക്ക് നമ്മളിനി അടുത്ത ഇൻഗ്രീഡിയൻസ് ആഡ് ചെയ്യാൻ പോകുന്നത് മെയിനായിട്ട് ഉള്ളതെന്ന് വെച്ചാൽ തൈരാണ്. അതായത് അധികം പുളിപ്പില്ലാത്ത തൈരിൻ്റെ ക്രീമായിട്ട് കിട്ടുന്ന തൈരില്ലേ, കട്ട തൈര്, നല്ല പുളിപ്പില്ലാത്ത തൈരാണ് യൂസ് ചെയ്യുന്നത്. തൈരും കൂടെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. പുളിപ്പും മധുരവും എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും നല്ലൊരു ടേസ്റ്റാണ്. ആരും പേടിക്കേണ്ട, ഇത് പാല് പിരിഞ്ഞൊന്നും പോവില്ല. കാരണം നമ്മൾ പാല് കുറുക്കിയെടുത്തേക്കാണല്ലോ, അതിലേക്ക് ചെയ്യുമ്പം ആ ടെക്സ്ചർ ഒന്നുകൂടെ ഒന്ന് ക്രീമി ആയിട്ട് കിട്ടും, നല്ല ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും. ഇതാണ് അതിൻ്റെ പരുവം. അപ്പം നല്ല ടേസ്റ്റാണ്. ഇനി നമ്മൾ വേറെ ഒട്ടുമില്ല, ഇത്രയേ ഉള്ളൂ, സിമ്പിളാണ്. നമ്മളിനി നേരത്തെ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന അതിലേക്ക് ഈ ബാറ്റർ ഒന്ന് ഒഴിച്ചു കൊടുക്കുക, അത്രയേ ഉള്ളൂ. എന്നിട്ട് നമ്മൾ കുറച്ച് നേരം ഒന്ന് ഫ്രിഡ്ജിൽ വെക്കുക, അത്രയേ ഉള്ളൂ. പുഡിങ് റെഡിയായി. ഇതാ നമ്മുടെ ബാറ്റർ ആ ഡെക്കറേറ്റ് ചെയ്ത് വെച്ചേക്കുന്ന ബൗളിലായിട്ട് ചെറുതായിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. വളരെ സിമ്പിളല്ലേ, എന്നാൽ കാണുമ്പോൾ നല്ല അട്രാക്റ്റീവാണ്. പക്ഷേ സിമ്പിളായിട്ടുള്ള റെസിപ്പിയാണ്. കാണുമ്പം വിചാരിക്കും ഭയങ്കര സംഭവമായിട്ട് ഉണ്ടാക്കുന്നത്, പക്ഷെ വളരെ സിമ്പിളല്ലേ. പിന്നെ നേരത്തെ ഞാൻ സ്ക്വയറായിട്ട് അരിഞ്ഞ് വെച്ചേക്കുന്ന പീസ് നമ്മുടെ പുഡിങ്ങിനുള്ളിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ നമുക്ക് എടുത്ത് കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റല്ലേ. ഇടയ്ക്ക് കഴിക്കാനും പറ്റും, ജെല്ലി ആയിട്ടുള്ള പുഡിങ്. അത്രയേ ഉള്ളൂ. അങ്ങനെ ഞാൻ ചെറിയ പീസസ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ശരിക്കും വലിയ നമ്മൾ 5 സ്റ്റാർ ഹോട്ടലൊക്കെ പോകുമ്പോൾ കിട്ടുന്ന പോലത്തെ ഒരു റെസിപ്പിയല്ല. ആ ഒരു കാണുമ്പോൾ നമുക്ക് അങ്ങനെ ഫീൽ ചെയ്യത്തില്ലേ, അതിന് വേണ്ടിയിട്ട് അങ്ങനെ ഒരു ഡെക്കറേഷനൊക്കെ ചെയ്തത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ശരിക്കും നല്ല ടേസ്റ്റാണ്. പുളിപ്പും മധുരവും സ്ട്രോബെറിയുടെ ഫ്ലേവറും എസൻസ് എല്ലാം ആഡ് ചെയ്യുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇന്ന് തന്നെ ഒരു 30 മിനിറ്റ് ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ട് നമുക്കൊന്ന് സെറ്റ് ചെയ്തെടുത്തിട്ട് വരാം. അപ്പോൾ അത്രയേ ഉള്ളൂ. ഇതാ നമ്മുടെ പുഡിങ് റെഡി ആയിട്ടുണ്ട്. ഞാനത് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നന്നായിട്ട് സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ സ്ട്രോബെറി മിൽക്ക് പുഡിങ് റെഡി ആയിട്ടുണ്ട്. വളരെ സിമ്പിളല്ലേ ഉണ്ടാക്കാൻ, കാണാൻ നല്ല ഭംഗിയില്ലേ. ചെറുതായിട്ട് സൈഡ് നടുക്കൊന്ന് പൊട്ടിയിട്ടുണ്ട്, സാരമില്ല. പക്ഷേ അത് നമുക്ക് ടേസ്റ്റിൽ നല്ല ടേസ്റ്റാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പം എല്ലാവർക്കും എൻ്റെ ഈ ചെറിയ വീഡിയോ ഇഷ്ടപ്പെട്ടു